തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തി. ചവറ KMML ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത്. വേണു മരിച്ചത് ചികിത്സ കിട്ടാതെ എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഈ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു, അത് ചെല്ലാൻ കഴിയില്ല എന്ന് ഭാര്യ പറയുന്നു. ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിക്കഴിഞ്ഞോ? അങ്ങോട്ടേക്ക് കുടുംബം എത്തിയോ? അനുജ, അല്പസമയം മുമ്പാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ചുമതല അടക്കം വഹിക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ എത്തിച്ചേർന്ന് ഇവർ ഇപ്പോൾ മൊഴിയെടുപ്പടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. വേണുവിന് ചികിത്സ കിട്ടാതെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ച് മരണമടഞ്ഞത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കുടുംബത്തിൽ നിന്ന് തേടുന്നത്. നേരത്തെ 2 തവണ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. പക്ഷേ അഘട്ടത്തിലെല്ലാം തന്നെ കുടുംബം വീട്ടിലേക്ക് എത്തി മൊഴിയെടുക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ചടങ്ങുകൾ പൂർത്തിയാക്കാനുണ്ട്. ഒടുവിൽ വീട്ടിലേക്ക് എത്തി മൊഴിയെടുത്താൽ അത് ചില പ്രശ്നങ്ങളിലേക്കും ഒരുപക്ഷെ അത് ഈ വലിയ സംഘർഷത്തിലേക്കും അടക്കം പോകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചവറ KMML ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത്. ഭാര്യയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കുടുംബത്തിന്റെ പരാതി ചികിത്സ വൈകിപ്പിച്ചു. പല ഘട്ടത്തിൽ പോലും ചികിത്സയ്ക്ക് വേണ്ടി ഈ ആശുപത്രി ജീവനക്കാരോട് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ വരെ വന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ പരാതി പൂർണ്ണമായും കേൾക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ചുമതലയുള്ളവരും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലുള്ളവരും ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് വേണുവിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ ഈ മൊഴിയെടുപ്പടക്കം വൈകി എന്ന ആരോപണമാണ് കുടുംബത്തിനുള്ളത്. കാരണം നേരത്തെ തന്നെ സർക്കാരിന് മുമ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സമർപ്പിച്ചിരുന്നു. അക്കാര്യത്തിൽ ഈ ചികിത്സ വൈകിട്ടില്ല, ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ അനുസരിച്ചെല്ലാം നടന്നിട്ടുണ്ട് എന്നതായിരുന്നു ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ പ്രാഥമികമായ റിപ്പോർട്ട്. പക്ഷേ ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. തങ്ങൾക്ക് ചികിത്സ കിട്ടിയില്ലെന്നും ക്രിയാറ്റിൻ അടക്കം കൂടുതലാണെന്ന ഈ നേരത്തെ ആശുപത്രി അധികൃതരുടെ വാദം തെറ്റാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇന്ന് കുടുംബം ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറും. മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സ കിട്ടാതെ മരണമടഞ്ഞു എന്ന് കുടുംബം ആരോപിച്ച വേണുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ചവറ KMML ഗസ്റ്റ് ഹൌസിൽ വെച്ച് മൊഴിയെടുക്കുകയാണ്. വേണുവിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കുടുംബം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അരുൺരാജ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.